ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ പ്രഹസനമെല്ലാം കാണിക്കുന്നത് ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ എടുത്തതാണ്. എൻ്റെ അക്കൗണ്ടിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ പാവാടയ്ക്ക് ഈ ബ്ലൗസ് അല്ല ആക്ച്വലി. അപ്പോൾ ജസ്റ്റ് മാച്ച് ചെയ്യാൻ നോക്കിയതാണ്, നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ കൂടെ കുറച്ച് പേരുണ്ട് കേട്ടോ, അയൽവാസികളായിട്ടുള്ള കുറച്ച് അമ്മമാരുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് അയ്യപ്പം വിളക്കിനെ പോകുന്നത്. അപ്പം കുറേ ദിവസമായിട്ട് അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ, കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് കാറ് പാർക്ക് ചെയ്ത് വെക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ റോഡിന് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തു കേട്ടോ. അധികം തിരക്കില്ലാത്ത സ്ഥലമാണ്. അപ്പം ഇതാണ് എഴക്കാട് ശ്രീ അയ്യപ്പ ക്ഷേത്രം. അപ്പോൾ അവിടെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇന്ന് ഉള്ളത് തിരുവാതിരയൊക്കെയാണ് കേട്ടോ. തിരുവാതിരയും ഫ്യൂഷൻ ഡാൻസും അങ്ങനെ കുറച്ച് നമ്മളുടെ നാട്ടുകാരുടെ പ്രോഗ്രാംസൊക്കെയാണ് അവിടെ. അപ്പം അവിടെ പോയപ്പോൾ അവിടെ എല്ലാ വർഷവും നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ നന്നായിട്ട് ചെയ്യുന്നൊരു അമ്പലമാണ് കേട്ടോ ഒരു അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മകരവിളക്കും കൂടി ആയതുകൊണ്ടാവാം ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾക്ക് കുറേ കമ്മലിൻ്റെ സെക്ഷൻ മാത്രമേ അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറൊന്നുമില്ല, എന്നാലും കുറേ കമ്മലുണ്ട്. പിന്നെ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് ബേൽപൂരി, കാളൻ അങ്ങനത്തെ ഉള്ളതും, പിന്നെ പൊരി, ഹൽവ, കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ അമ്പലം. അപ്പോൾ അവിടെ മകരവിളക്കായതുകൊണ്ട് തന്നെ വിളക്കൊക്കെ നല്ല രീതിക്ക് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓം എന്നൊക്കെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, വിളക്ക് കൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി നല്ല രീതിയിൽ തൊഴുതിട്ടോ. നമ്മളുടെ വിഷമങ്ങളും അതുപോലെ ഈ വർഷം നന്നായിട്ട് പോവണേ എന്നുള്ള അതൊക്കെയായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചന്ദനമൊക്കെ തൊടുകയാണ് കേട്ടോ. ചന്ദനമൊക്കെ കിട്ടി, അപ്പം ചന്ദനമൊക്കെ തൊടുകയാണ്. അപ്പോൾ അതും നമ്മൾ നല്ല രീതിയിൽ മനസ്സിൽ നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ ചന്ദനമൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഈ വർഷം തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഡിസംബർ വരെ എങ്ങനെയൊക്കെ പോവും, എന്തൊക്കെ സന്തോഷം ഉണ്ടാവും, എന്തൊക്കെ സങ്കടം ഉണ്ടാവും എന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ ഒരു സ്റ്റേജിൻ്റെ അവിടെ പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക്, അതായത് എൻ്റെ അമ്മൂന് ഇഷ്ടപ്പെട്ടത് പണ്ട് കാലത്ത് വയറ് കൊണ്ട് ചെയർ ഉണ്ടാക്കില്ലേ, ആ ഒരു ചെയറാണ് കേട്ടോ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ അതിൽ ഫസ്റ്റ് തന്നെ അതിൽ പോയിട്ട് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. ശ്രീകോവിലിന് ഫ്രണ്ടിൽ തന്നെയാണ്, അതായത് ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാ വർഷവും അവർ നല്ല രീതിയിൽ നമ്മൾ ചെയ്യും കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും അത് കണ്ടിരിക്കാൻ തന്നെ പ്രത്യേക സുഖമാണ്, പ്രത്യേക വൈബാണ്. നമുക്കൊരു പോസിറ്റീവ് മൈൻഡൊക്കെ കിട്ടും എന്നൊക്കെ പറയില്ല. ചില അമ്പലത്തിൽ പോയാൽ നമുക്ക്, എല്ലാ അമ്പലത്തിൽ പോയാലും പോസിറ്റീവ് മൈൻഡൊക്കെ കിട്ടും, എന്നാലും ചില അമ്പലത്തിൽ പോയാൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ആ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇല ഉണ്ടായിരുന്നു. നമ്മൾ പ്രസാദം വാങ്ങിക്കുന്നത് കയ്യിലായത് കൊണ്ടാണ് ഞാൻ കയ്യിൽ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ച് അവിടെ ചെയറിൽ പോയിരുന്ന് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ അമ്മൂനെ അമ്മ വാരിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇലയിലൊക്കെ വാങ്ങിച്ച് വാരിക്കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടൻ പ്രോഗ്രാം അനൗൺസ് ചെയ്യാണ്, എന്താണെന്ന് കേൾക്കാം കേട്ടോ. എത്തിച്ചേർന്ന് നിങ്ങളുടെ റെഡി ആൾക്കിന്റെ പേര് നൽകണം. സ്വാമി ശരണമയ്യ. അപ്പോൾ പ്രോഗ്രാമിന് പേര് കൊടുത്തവരൊക്കെ റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേട്ടനാണ്. പിന്നെ ഇതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ആര്യ കേട്ടോ. അപ്പോൾ ആര്യ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കാണിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അച്ഛൻ പോയി കടലയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അത് മസാല കടലയായിരുന്നേ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് എന്താ പ്രോഗ്രാം എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ കയ്യോടുകൂടി നമുക്ക് ശിവൻ പാലക്കലിനെ ക്ഷണിക്കാം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ വേദിയിൽ നിന്ന് പ്രോഗ്രാം ചെയ്യുന്ന ആളുകളുടെ ഊർജം. അവർക്ക് അടുത്ത വേദിയിലോട്ട് കടക്കാനുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. ആർക്കൊക്കെ കൈയുണ്ട്? കൈയുള്ളവരെല്ലാവരും ചേർത്തി അടിക്കാം. ചേർത്തി അടിക്കുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞുതരാം. ഞാടി ഞരമ്പുകളുടെ രക്തം നന്നായിട്ട് ഓടും, നല്ല എനർജി ഉണ്ടാവും, സൗന്ദര്യം കൂടും.
അപ്പോ സൗന്ദര്യം ആർക്കൊക്കെ വേണം അവര് ആരും തന്നെ മറക്കാതെ നല്ലൊരു കയ്യടി ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുന്ന ഓരോ ആളുകൾക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ ശിവനെ പാട്ട് ആലപിക്കാൻ വേണ്ടി ക്ഷണിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും. അപ്പോൾ പുള്ളി ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ ആൾക്കാരെ കയ്യിലെടുത്തു എന്നൊക്കെ തന്നെ പറയാട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൈയടിക്കാൻ ഇപ്പോൾ ആർക്കും അങ്ങനെ ഒരു ഇതില്ലാത്തൊരു തലമുറയാണ് നമ്മളുടെ തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ സോങ്സോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമല്ലോ അല്ലേ, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ ഉൾപ്പെടുത്താത്തത്. ഓൾറെഡി ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ കോപ്പിറൈറ്റ് കിട്ടിയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഇതിൽ വോക്കൽ ചെയ്തിട്ട്, അതായത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വോക്കൽ ചെയ്തിട്ട് ഞാൻ ഈ ഒരു സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ മകരമാസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, തണുത്ത കാലവും അതുപോലെ തന്നെ കാറ്റ് കാലവും ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാവാറുമുണ്ട്. പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന അവസ്ഥ, അതായത് കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്ന അവസ്ഥ പാലക്കാടുകാർക്ക് പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യും കേട്ടോ. ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് അഫക്റ്റ് ചെയ്യും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടിന്ന് പെട്ടെന്നാണ് ഈ തണുപ്പ് എന്നുള്ളൊരു കാലാവസ്ഥയിലേക്ക് വരുന്നത്. പിന്നെ തണുപ്പ് കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ചൂടാണ്, പിന്നെ മഴയാണെങ്കിൽ മഴ, അങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ് പാലക്കാടുള്ള നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നോർമൽ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഉണ്ടാവും. അല്ല കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഉണ്ടാവുന്നൊരു കാലാവസ്ഥയാണ് ഈ ഒരു മകരമാസം എന്ന് പറയുന്നത്. പക്ഷേ അയ്യപ്പൻ്റെ മാസമായതുകൊണ്ട്, അതായത് അയ്യപ്പൻ വിളക്കും അതുപോലെ തന്നെ വൃശ്ചിക മാസം ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു മാസം ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബും കൂടെ കിട്ടുന്നൊരു മാസമാണ് കേട്ടോ. അത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഒരാടെ പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടാൻ വേണ്ടിയിട്ടോ ഒക്കെ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നടക്കുന്നത് ഒരു തിരുവാതിരക്കളിയാണ്. തിരുവാതിരക്കളി കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അതായത് ട്രഡീഷണൽ ആർട്ട് ഫോംസ് കണ്ടിരിക്കാനായിട്ട്, അതായത് തിരുവാതിര അതുപോലെ തന്നെ കഥകളി, ഓട്ടം തുള്ളൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അതെനിക്ക് എത്ര വേണമെങ്കിലും കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ഒരു ഫ്യൂഷൻ ഡാൻസ് ആയാലും സിനിമാറ്റിക് ഡാൻസ് ആയാലും അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു മൂഡ് അനുസരിച്ചിട്ട് നമ്മളൊരു അമ്പലത്തിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും താല്പര്യമല്ലേ. അതൊരു ഗാനസ്തുതിയാണെന്നുണ്ടെങ്കിലും, അതായത് ഗാനമേളയാണെന്നുണ്ടെങ്കിൽ കൂടെ അത് ദൈവത്തിൻ്റെ പാട്ട് ഡിവോഷണൽ സോങ്സ് ആയിരിക്കുമെങ്കിൽ അത് എത്രയും ബെറ്റർ ആയിരിക്കും കേട്ടോ എനിക്ക്. അപ്പോൾ അതെൻ്റെ മാത്രം അഭിപ്രായമാണ്, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത തിരുവാതിര തുടങ്ങി കേട്ടോ. അപ്പം തിരുവാതിര കൂടാതെ ഫ്യൂഷൻ ഡാൻസും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കണ്ടിരിക്കാനായിരുന്നു. അപ്പം അവരുടെയും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. എല്ലാ പ്രോഗ്രാമും കഴിയാനായിട്ട് കേൾക്കാറൊന്നുമില്ല കേട്ടോ. കുറച്ച് പ്രോഗ്രാമൊക്കെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. പിന്നെ ഒരു 10-11 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 8-8:15 ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു കുട്ടിയുടെ ഡാൻസ് എന്ന് പറയുന്നത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ഞാൻ കണ്ടതിൽ ഈ ഒരു കുട്ടിയുടെ പെർഫോമൻസാണ് എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത് കേട്ടോ. ഈ പാട്ട് ഏതാണെന്നറിയോ? പൊട്ടുകുത്തടി കുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചീല തന്നെ ചിക്കി ചിക്കാ. സോറി, കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പാടി ബോറടിപ്പിച്ചത്. അപ്പോൾ എന്തായാലും ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം പഴയ പാട്ടായതുകൊണ്ട് നമുക്ക് കേൾക്കാനും കൂടിയിട്ട് ഒരു ഇമ്പം ഉണ്ടായിരുന്നു. പിന്നെ ആ കുട്ടിയുടെ ആ ഒരു എക്സ്പ്രഷനും ആ ഒരു കളിയും ഒക്കെ കൂടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഓൾറെഡി ഈ ഒരു കുട്ടിയുടെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരെന്തായാലും പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നല്ല രീതിക്ക് ആ കുട്ടി കളിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്രയും ഗ്രേസ്ഫുള്ളായിട്ട് കളിച്ചിട്ടുണ്ടാവുക കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ
ഞങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് കാളനും അതുപോലെ തന്നെ പൊരിയും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞാൻ വരുമ്പം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും, ഓൾറെഡി കണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ ഒരു കാളനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് ഒരു 8 മണിയൊക്കെ ആയതുകൊണ്ട് ഫുഡ് കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു കാളൻ മാത്രമേ മേടിച്ചുള്ളൂ. ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഒരു കാളൻ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുളം ഉണ്ട് കേട്ടോ. ഒരു അമ്പലത്തിനരികിൽ തന്നെ കുളം ഉണ്ടാവുമല്ലോ, അമ്പലക്കുളം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കുളവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഈ ഒരു അയ്യപ്പൻ്റെയും ഗണപതിൻ്റെയും ഫോട്ടോ ഒക്കെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ കാണുമ്പോൾ അതൊരു പ്രത്യേകതരം ഫീല് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി. വന്ന വഴിയിലൂടെയല്ല, ഞങ്ങൾ വേറെ വഴി കൂടെയാണ് പോയത് കേട്ടോ. അപ്പം വീട്ടിൽ മെയിൻ റോഡിൽ കൂടെ, അതായത് അപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ആ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിലൊക്കെ കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഇത് എൻ്റെ കാറാണേന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കണ്ടോ, സീറ്റൊക്കെ ചരിച്ച് വെച്ച് സുഖമായിട്ട് മോള് കിടക്കുവാണ്. അപ്പം വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ലോണം തണുത്തിട്ടാണ് നമ്മൾ കയറി വരുന്നത് കേട്ടോ. ഇത്രയും നേരം തണുപ്പത്താണല്ലോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. അപ്പം താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് മൈ വാച്ചിങ് മൈ വീഡിയോ.